ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ആതിര. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റീസെൻ്റായി തമിഴിൽ റിലീസായ കാത്തുവാക്കിലെ രണ്ട് കാതൽ എന്ന മൂവിയുടെ കഥയാണ്. ഇതൊരു ഫീൽ ഗുഡ് മൂവിയാണെന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല. ഈ മൂവിയുടെ കഥ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കേട്ട് തന്നെ മനസ്സിലാക്കാം. എന്തായാലും നമുക്ക് കഥയിലോട്ട് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു വലിയ ടോക്ക് ഷോ കാണിക്കുന്നു. ആ ടോക്ക് ഷോയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ഹീറോയായ റാംബോ ആണ്. ഹീറോയ്ക്ക് പഴയ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന ഒരു രോഗമുണ്ട്. രാത്രിയിൽ നടക്കുന്നത് പകൽ ഓർമ്മ വരില്ല, പകല് നടക്കുന്നത് രാത്രിയിലും മറന്നുപോകും. സോ റാംബോയുടെ റിലേറ്റീവ്സിനെ വിളിച്ച് അവന്റെ ജീവിതത്തെക്കുറിച്ച് ആ ഷോയിൽ കൂടി ചോദിച്ചറിയുന്നതായി കാണിക്കുന്നു. റാംബോ ജനിച്ചു വളർന്ന ഫാമിലിയിൽ ആർക്കും കല്യാണം നടന്നിട്ടില്ല. ആ ഫാമിലിയിൽ ആർക്കും കല്യാണം നടക്കില്ല. അവർ ശപിക്കപ്പെട്ടവരാണെന്നും ഇനി അഥവാ കല്യാണം നടന്നാൽ അതിലൊരാൾ മരിച്ചു പോകുമെന്നാണ് ആ നാട്ടുകാർ പറയുന്നത്. ആ നാട്ടിലുള്ള ഒരു ടീച്ചറിനെ റാംബോയുടെ അച്ഛൻ ലവ് ചെയ്യുന്നു. അതായത് റാംബോയുടെ അച്ഛന്റെയും അമ്മയുടെയും കഥയാണ് ഇപ്പോൾ പറയുന്നത്. ഹീറോയുടെ അച്ഛനും സഹോദരങ്ങളും ധാരാളം റിലേറ്റീവ്സും ഉണ്ട്. ആ കുടുംബത്തിൽ കല്യാണങ്ങൾ നടക്കില്ലെന്ന് പറഞ്ഞ് നാട്ടുകാർ കളിയാക്കുന്നതിനാൽ റാംബോയുടെ അച്ഛൻ ആ ടീച്ചറിനെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ അവർക്കൊരു ആൺകുട്ടി ജനിക്കുന്നു. അവനാണ് റാംബോ. കുട്ടി ജനിച്ച സന്തോഷത്തിൽ എന്റെ കുടുംബത്തിലെ ശാപമെല്ലാം പോയി എനിക്കൊരു ആൺകുട്ടി ജനിച്ചെന്നും അവനെ ഞാൻ വിളിക്കാൻ പോകുന്ന പേര് ഇതാണെന്നും പറഞ്ഞ അച്ഛൻ റാംബോയുടെ പേര് ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അറ്റാക്ക് വന്ന റാംബോയുടെ അച്ഛൻ നിലത്ത് വീണ് മരിക്കുന്നു. റാംബോ ജനിച്ചതു മുതൽ അവന്റെ അമ്മയ്ക്കും പല രോഗങ്ങൾ പിടിപെടും. സോ അവൻ ജനിച്ചപ്പോളെ അച്ഛനും മരിച്ചു, അമ്മയ്ക്ക് രോഗവും പിടിപെട്ടു. സോ നാട്ടുകാർ അവനെ ഒരു അൺലക്കി മാൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അവനെ ഒരു അവശകുനമായി എല്ലാവരും കാണാൻ തുടങ്ങി. എന്തെങ്കിലും നല്ലതാണെന്നോ കൊള്ളാമെന്നോ നമ്മുടെ റാംബോ പറഞ്ഞാൽ ഉടനടി അതിന് എന്തെങ്കിലും തകരാറ് വരും. അവന്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളും നടക്കാറില്ല. മഴ നനയ റാംബോയ്ക്ക് ഇഷ്ടമാണ്. മഴ വരുമ്പോൾ നനയാറായി റാംബോ പുറത്തിറങ്ങിയാൽ ആ മഴ തന്നെ പാതിയിൽ നിന്നു പോകും. സോ അത്രയ്ക്കും അൺലക്കി മാനാണ് ഈ കഥയിലെ ഹീറോ ആയ നമ്മുടെ റാംബോ. ഇതെല്ലാം റാംബോയിൽ വളരെ ദുഃഖമുണ്ടാക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളും അവൻ അമ്മയോട് തുറന്നു പറയും. താൻ തൊട്ടാൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുവരെ ഭയന്ന് അവൻ അമ്മയിൽ നിന്നും അകലം പാലിച്ച് ഇരിക്കാറുകൂടിയുള്ളൂ. അവന്റെ സങ്കടം കണ്ട് എല്ലാം ഒരു നാൾ ശരിയാകും, നീ ആഗ്രഹിക്കുന്നതൊക്കെ ഇരട്ടിയായി നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അമ്മ റാംബോയെ ആശ്വസിപ്പിക്കും. ഇത് കേൾക്കുമ്പോൾ ഹീറോ വളരെ ഹാപ്പിയായി അമ്മയെ തൊടുമ്പോൾ അപ്പോൾ തന്നെ അമ്മയ്ക്ക് രോഗം ഗുരുതരമായി വയ്യാതാകുന്നു. താൻ തൊട്ടതിനാലാകാം അമ്മയ്ക്ക് സീരിയസ് ആയതെന്ന് കരുതി ഹീറോ ആ നാട് തന്നെ വിട്ടുപോകുന്നു. എവിടെയൊക്കെ പോയാലും എപ്പോഴും അവൻ അമ്മയ്ക്ക് കോൾ ചെയ്ത് രോഗകാര്യങ്ങളെല്ലാം അന്വേഷിക്കും. ഹീറോ ആ നാട്ടിൽ നിന്നും പോയത് മുതൽ അമ്മയുടെ രോഗത്തിന് കുറവ് വരികയും അമ്മ പഴയതുപോലെ ആവുകയും ചെയ്തെന്ന് അറിയുന്ന ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. അതായത്, ഞാൻ അമ്മയോടൊപ്പം ഇരുന്നാൽ അമ്മയ്ക്ക് രോഗവും തളർച്ചയും കൂടുക മാത്രമേ ഉണ്ടാകൂ. ഞാൻ അമ്മയിൽ നിന്ന് മാറിയിരുന്നാൽ മാത്രമേ അമ്മയ്ക്ക് രോഗം മാറൂ എന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. സോ അവൻ വീട്ടിൽ നിന്നും മാറി പല നാടുകളിൽ പോയി ജോലി ചെയ്ത് അമ്മയെയും കുടുംബത്തെയും നോക്കാൻ തുടങ്ങുന്നു. അമ്മയെ കാണാനായി ചെല്ലാറില്ലെങ്കിലും എന്നും കോൾ ചെയ്ത് അമ്മയുടെ കാര്യങ്ങൾ ഹീറോ അന്വേഷിക്കും. താനൊന്ന് നോക്കിയാൽ പോലും കൂടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന ഭയന്ന് റാംബോ ആരുടെയും മുഖത്ത് പോലും നോക്കാറില്ല. എപ്പോഴും തല ഉയർത്താതെ താഴേക്ക് മാത്രമേ അവൻ നോക്കാറുള്ളൂ. റാംബോ ഒരു വലിയ ബാറിലെ സെക്യൂരിറ്റി ആയാണ് ജോലി ചെയ്യുന്നത്. ആ ബാറിലേക്ക് നമ്മുടെ ഒരു ഹീറോയിനായ സാമന്ത വരുന്നു. സാമന്തയുടെ ക്യാരക്ടർ നെയിം ഖദീജ. ഹീറോ ആരുടെയും മുഖത്ത് നോക്കാത്തതിനാൽ ഖദീജയുടെ കാലിലെ ഒരു ടാറ്റു ഹീറോയുടെ കണ്ണിൽ പെടുന്നു. ആ ടാറ്റു കൊള്ളാലോ എന്ന് നമ്മുടെ ഹീറോ മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ. അടുത്ത സെക്കൻഡിൽ ഒരു ഗ്ലാസ് പീസ് കൊണ്ട് ഖദീജയുടെ ടാറ്റു ഉള്ള ഭാഗം കിഴിഞ്ഞ് ധാരാളം ബ്ലഡ് പുറത്തേക്ക് വരുന്നു. ഇത് കാണുന്ന ഹീറോയ്ക്ക് ടെൻഷനും സങ്കടവും വന്നിട്ട് ഖദീജയോട് സോറി എന്ന് പറയും. പക്ഷെ നീ എന്തിനാണ് എന്നോട് സോറി പറയുന്നത്? അത് തന്നെയല്ല, സോറി ആണെങ്കിലും താങ്ക്സ് ആണെങ്കിലും അത് മുഖത്ത് നോക്കി തന്നെ പറയണമെന്ന് ഖദീജ പറയുമ്പോൾ ഹീറോ തലയുയർത്തി അവളെ നോക്കുന്നു. കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് അവളെ ഇഷ്ടമാകും. പക്ഷെ താൻ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നശിച്ചു പോകാറാണ് പതിവ്. സോ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയന്ന് റാംബോ ഇഷ്ടമാണെന്ന കാര്യം അവളോട് പറയില്ല. ഡെയിലി ബാറിൽ ഖദീജ വരുമ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ മീറ്റ് ചെയ്യാറുണ്ട്. ഖദീജയ്ക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിലും അവൾക്ക് അവനെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. ഖദീജയുടെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ അവളുടെ കല്യാണം കാണണമെന്ന ആഗ്രഹത്താലാണ് ഇപ്പോഴുള്ള ബോയ് ഫ്രണ്ടിനെ അവളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇതൊക്കെ വളരെ വിഷമത്തോടെ ഖദീജ പറയുന്നത് നമ്മുടെ ഹീറോ റാംബോ കേൾക്കും. ഇങ്ങനെ നൈറ്റ് ഫുള്ള് റാംബോ ഖദീജയെ ബാറിൽ കാണാറുണ്ട്. പകൽ സമയങ്ങളിൽ റാംബോ ടാക്സി ഡ്രൈവർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡേ കാർ ബുക്ക്
ബുക്ക് ചെയ്ത ആളുടെ വീട്ടിലേക്ക് റാംബോ ചെല്ലുമ്പോൾ വഴിയരികിൽ ഓട്ടിസം ബാധിച്ച ഒരു ചെറിയ കുട്ടി റോഡിലൂടെ നടന്നു വരുന്നത് റാംബോ കാണും. ആ കുട്ടി വരുന്ന വഴിക്ക് ഒരു വയസ്സായ ആൾ യെല്ലോ കളറിൽ എന്താ ജ്യൂസ് എല്ലാവർക്കും കൊടുക്കുന്നത് കണ്ട് ആ ജ്യൂസ് അവന് ഇഷ്ടമല്ലാത്തതിനാൽ അതെടുത്ത് ആ ആളുടെ മുഖത്തേക്ക് ഒഴിക്കുന്നു. നിനക്ക് പ്രാന്തല്ലേ, നീ ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ ആ കുട്ടിയെ കളിയാക്കുമ്പോഴാണ് നയൻതാരയുടെ എൻട്രി. നയൻതാരയുടെ ക്യാരക്ടർ നെയിം കൺമണി. കൺമണിയുടെ ബ്രദറാണ് ആ കുട്ടി. അയാൾ തന്റെ അനിയനോട് മോശമായി ബിഹേവ് ചെയ്യുന്നത് കണ്ട് ദേഷ്യം വരുന്ന കൺമണി മര്യാദയ്ക്ക് ഇവനോട് സോറി പറയാൻ അയാളോട് പറയും. നിങ്ങൾ ഇവനോട് സോറി പറഞ്ഞാൽ അവൻ ഈ സംഭവങ്ങളെല്ലാം മറക്കും, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഓർത്ത് ഇന്ന് നൈറ്റ് മുഴുവൻ അവൻ ഫീൽ ചെയ്യും. സോ അവനോട് സോറി പറയൂന്ന് കൺമണി പറയുന്നു. കൂടെ നിൽക്കുന്ന മറ്റുള്ള ആളുകൾക്കും ആ കുട്ടിയോട് സഹതാപം തോന്നി ആ കുട്ടിയോട് സോറി പറയാൻ ആ വയസ്സായ ആളോട് പറയുമ്പോൾ ഇല്ല, ഞാൻ അവനോട് സോറി പറയില്ലെന്ന വാശിയിൽ അയാളും പെരുമാറും. ഈ സമയം ആ കുട്ടി തന്നെ സോറി അങ്കിൾ എന്ന് പറഞ്ഞ് അവിടെ നിന്നും നടന്നു പോകും. ഇതൊക്കെ റാംബോ ദൂരെ നിന്നും കാണുന്നുണ്ട്. റാംബോയ്ക്ക് കൺമണിയെ കാണുമ്പോൾ തന്നെ ഇഷ്ടമാകും. കൺമണി തന്നെയാണ് റാംബോയുടെ ടാക്സി ബുക്ക് ചെയ്തത്. കൺമണിക്ക് വിവാഹാലോചനകൾ വരുന്നതിനാൽ ഒരു വിവാഹാലോചനയുടെ ഭാഗമായി ചെറുക്കന്റെ വീട്ടിലേക്ക് പോകാനാണ് ടാക്സി ബുക്ക് ചെയ്തത്. കൺമണിയുടെ അച്ഛനും അമ്മയും മരിച്ചതിനാൽ വിവാഹാലോചനയുടെ കാര്യങ്ങളെല്ലാം അവൾ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. കൺമണിക്ക് അച്ഛന്റെ വീതമായി വലിയൊരു വീടുണ്ട്. പക്ഷെ അത് കൺമണിക്ക് ലഭിക്കണമെങ്കിൽ അവളുടെ മാരേജ് കഴിയണം. കല്യാണശേഷം മാത്രമേ കൺമണിക്ക് ആ വീട് കിട്ടൂ എന്ന് എഗ്രിമെന്റ് മരിക്കുന്നതിന് മുൻപ് അവളുടെ അച്ഛൻ എഴുതി വെച്ചിരുന്നു. സോ അതിനാലാണ് കൺമണി അവൾക്ക് തന്നെ നല്ലൊരു വിവാഹ ആലോചന തിരയുന്നത്. ആരെ കെട്ടിയാലും തന്റെ ബ്രദറിനെയും സിസ്റ്ററിനെയും തന്നോടൊപ്പം നോക്കണമെന്ന കണ്ടീഷൻ മാത്രമേ കൺമണിക്കുള്ളൂ. ധാരാളം കല്യാണാലോചനകൾ വന്നെങ്കിലും ആരും തന്നെ കൺമണിയുടെ കണ്ടീഷൻ അംഗീകരിക്കാത്തതിനാൽ അവരെയെല്ലാം കൺമണി ക്യാൻസൽ ചെയ്യുന്നു. നൈറ്റ് ഫുള്ള് ബാറിൽ ഖദീജയെ റാംബോ മീറ്റ് ചെയ്യുന്നു. പകല് മുഴുവൻ റാംബോ കൺമണിയോടൊപ്പം അവൾക്ക് ചെറുക്കനെ തേടാനും തുടങ്ങുന്നു. ഒരു ഡേ ബാറിൽ വെച്ച് ഖദീജയുടെ ബോയ് ഫ്രണ്ട് അവളെ അടിക്കുന്നത് കാണുന്ന റാംബോ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിന്റെ കൺമുൻപിൽ വെച്ചല്ലേ അവനെ തല്ലിയത്, പോയി തിരിച്ചടിക്കാൻ ഖദീജ ഹീറോയോട് പറയും. സോ ഇത് കേൾക്കുന്ന ഹീറോ അവളുടെ ബോയ് ഫ്രണ്ടിനെ അടിക്കുന്നു. ഓൾറെഡി ഖദീജയ്ക്ക് റാംബോയോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ഈ ഇൻസിഡന്റ് കൂടി ആയപ്പോൾ അവൾക്ക് അവനോടുള്ള ഇഷ്ടം കൂടുകയാണ് ചെയ്യുക. കൺമണിയുടെ വീട്ടിൽ മദ്യപിച്ച് കുറച്ചുപേർ വന്ന് അവളുടെ സഹോദരങ്ങളോട് മോശമായി ബിഹേവ് ചെയ്യാൻ തുടങ്ങും. കൺമണിയുടെ ഫാമിലി അവരിൽ നിന്നും 50 ലക്ഷം രൂപ കടം മേടിച്ചത് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്നും അവർ കൺമണിയോടും അവളുടെ സഹോദരങ്ങളോടും പറഞ്ഞ് അവരെ അവിടെ നിന്നും ഇറക്കി വിടാൻ തുടങ്ങും. അത് തന്നെയല്ല, ഓട്ടിസമുള്ള അവളുടെ അനിയനെ കൊണ്ട് ബലമായി അവർ ഡ്രിങ്ക്സ് കുടിപ്പിക്കുന്നു. ഒരു കുട്ടിയാണെന്ന് പോലും നോക്കാതെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ഞാൻ പകരം വീട്ടുമെന്ന് പറഞ്ഞ് കൺമണി നേരെ റാംബോയുടെ അടുത്ത് ചെന്ന് എന്നെ ഒരു വലിയ റൗഡിയുടെ അടുത്ത് കൊണ്ടുചെല്ലാൻ പറയും. എന്തിനാണെന്ന് റാംബോ ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം കൺമണി അവനോട് പറയും. കൺമണിയോടുള്ള ഇഷ്ടത്താൽ ഇതൊക്കെ കേൾക്കുമ്പോൾ രക്തം തിളയ്ക്കുന്ന റാംബോ അവളെയും സഹോദരങ്ങളെയും ശല്യം ചെയ്തവരെയെല്ലാം അടിച്ചൊതുക്കി അവരെ കൊണ്ട് കൺമണിയോട് ക്ഷമയും ചോദിപ്പിക്കുന്നു. സോ കൺമണിയുമായും റാംബോ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കും. ഒരു ഡേ ഖദീജ റാംബോയെ പ്രപ്പോസ് ചെയ്യുന്നു. അടുത്ത നിമിഷം തന്നെ ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നു. അവനത് അറ്റൻഡ് ചെയ്യുമ്പോൾ കൺമണിയാണ്. കൺമണിയും ഹീറോയെ പ്രപ്പോസ് ചെയ്യുന്നു. ഒരേ സമയം തന്നെ ഹീറോയെ രണ്ടുപേരും പ്രപ്പോസ് ചെയ്യുന്നു. ഈ സമയം ഹീറോയുടെ അടുത്തുകൂടി പോയ ഒരു ഐസുകാരൻ 2 ചോക്കോബാർ അവന് കൊടുത്തിട്ട് എന്നേയും എന്റെ കയ്യിലെ ഐസൊക്കെ തീർന്നതിന് ശേഷമാണ് മേടിക്കാനായി വരാറ്, ഈ തവണ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് മേടിച്ചോളൂ എന്ന് പറയും. സന്തോഷത്തോടെ റാംബോ 2 ചോക്കോബാറും മേടിച്ചു കഴിക്കുന്നു. ചെറിയ പ്രായം മുതലേ ഹീറോ ആഗ്രഹിച്ചതൊന്നും അവന് ലഭിച്ചിരുന്നില്ല. ആദ്യമായിട്ടാണ് താൻ ആഗ്രഹിച്ചത് തന്നെ തേടി ഇങ്ങോട്ട് എത്തുന്നത്. അതുകൂടാതെ താൻ സ്നേഹിച്ച 2 പെണ്ണുങ്ങളും തന്നോട് ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. കൺമണിയും ഖദീജയും പ്രപ്പോസ് ചെയ്തപ്പോൾ മഴ നനയാൻ ആഗ്രഹിച്ച ഹീറോയുടെ മേലെ മഴ നിർത്താതെ പെയ്യുന്നു. വീണ്ടും അവന് മറ്റൊരു കോൾ വരുന്നു. അത് ഹീറോയുടെ വീട്ടിൽ നിന്നാണ്. ഹീറോയുടെ അമ്മയുടെ രോഗമെല്ലാം മാറി അമ്മ തളർന്ന അവസ്ഥയിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയെന്നും അവരുടെ റിലേറ്റീവ് ഹീറോയെ അറിയിക്കുന്നു. കൺമണിയും ഖദീജയും തന്നെ പ്രപ്പോസ് ചെയ്തതോടെ തന്റെ അൺലക്ക് മാറി താൻ ലക്കിമാനായെന്ന് ഹീറോയ്ക്ക് ഫീൽ ചെയ്യും. ഹീറോ വളരെ ഹാപ്പി ആയെങ്കിലും അവരെ രണ്ടുപേരെയും കുറിച്ചോർത്ത് ഹീറോ ടെൻസ്ഡും ആകുന്നു. ഖദീജയും കൺമണിയും തന്റെ ജീവിതത്തിൽ വന്നതു മുതലാണ് തനിക്ക് ഭാഗ്യം വന്നതെന്ന് ഹീറോ ചിന്തിക്കാൻ തുടങ്ങും. 2 പേരെയും ഹീറോയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ എങ്ങനെ 2 ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുമെന്ന് കൺഫ്യൂസ്ഡ് ചെയ്യാൻ പോകുകയാണെന്ന് ഹീറോ അവന്റെ ഫ്രണ്ടിനോട് പറയുന്നു. ഫ്രണ്ട് അവനെ സമാധാനപ്പെടുത്തി നിന്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് പ്രഭുവിന്റെ ഫാമിലിയിലെ ഒരു ചെറിയ ഇഷ്യൂ സോൾവ് ചെയ്യാൻ ഹീറോ ഹെൽപ്പ് ചെയ്യുന്നതിനാൽ ഹീറോയെ സഹായിക്കാൻ പ്രഭുവും സമ്മതിക്കും. ഒരു TV ഷോയിൽ നിന്നെ ഞാൻ പങ്കെടുപ്പിക്കാം,
അതിൽ നീ നിന്റെ ലൈഫിലെ പാസ്റ്റ് എല്ലാം മറന്നതായും നിനക്ക് എല്ലാ കാര്യങ്ങളും മറക്കുന്ന സിൻഡ്രം ഉള്ളതായും ഭാവിക്കണം. ആ ഷോയിൽ വെച്ച് ഏതെങ്കിലും ഒരാളെ മാത്രമേ നിനക്ക് ഓർമ്മയുള്ളൂ എന്ന് പറയണം. ഒന്നെങ്കിൽ ഖദീജ അല്ലെങ്കിൽ കൺമണി, ഒരാളെ മാത്രം തിരഞ്ഞെടുക്കണം. അതോടെ ഈ പ്രശ്നവും തീരും. പ്രഭു പറയും, ഈ TV ഷോ കാണിച്ചാണ് ഈ മൂവി ആരംഭിക്കുന്നത്. പ്രഭു പറഞ്ഞതനുസരിച്ച് ഹീറോ കൺമണിയുടെയും ഖദീജയുടെയും അടുത്ത് വന്നിരിക്കും. നിനക്ക് സുഖമാണോ കൺമണി എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഖദീജ കരയാൻ തുടങ്ങും. കാരണം അവളെ ഹീറോയ്ക്ക് ഓർമ്മയില്ലെന്ന് ഖദീജ കരുതുന്നു. പക്ഷേ നിനക്ക് സുഖമാണോ ഖദീജ എന്ന് ഹീറോ ഖദീജയോടും ചോദിക്കും. സോ കൺമണിയും ഖദീജയും ഹാപ്പിയാകും. ഇത് കണ്ട പ്രഭു, നിനക്ക് രണ്ടുപേരെയും ഓർമ്മയുണ്ടോ? ശരി, ഇനിയെല്ലാം നിന്റെ വിധി പോലെ എന്ന് പറഞ്ഞ് പ്രഭു പോകുന്നു. ചെറിയ പ്രായം മുതലേ എനിക്ക് ഈ രോഗമുണ്ട്. സോ നിങ്ങൾ രണ്ടുപേരും എന്നെ വിട്ടു പോകണമെന്ന് ഹീറോ പറയും. നിങ്ങൾ പോകുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഹീറോ തിരിഞ്ഞു നിൽക്കും. കുറച്ചു നേരത്തിന് ശേഷം ഹീറോ തിരിഞ്ഞു നോക്കുമ്പോൾ കൺമണിയും ഖദീജയും അവിടെ തന്നെയുണ്ട്. നിങ്ങൾ എന്താണ് പോകാത്തതെന്ന് റാംബോ ചോദിക്കുമ്പോൾ ഞാൻ എന്തിനു പോകണം, അവളോട് പോകാൻ പറയുന്ന കൺമണി പറയും. ഇത് തന്നെ ഖദീജയും പറയുന്നു. അങ്ങനെ കൺമണിയും ഖദീജയും തമ്മിൽ വാക്കേറ്റമാകും. ഇതൊക്കെ കാണുന്ന ഹീറോയുടെ റിപ്ലൈ ഒന്ന് കണ്ടു നോക്കൂ. நான் முதல்ல கண்ணை பார்த்து பேசின பொண்ணு நீதான் 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 யூ யூ மைனஸாகவே போயிட்டு இருந்த என்னோட வாழ்க்கை ப்ளஸ்ஸாக மாறினது உன்னால 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 റാംബോയുടെ റിപ്ലൈ കേട്ട് ദേഷ്യം വരുന്ന കൺമണി, ഒന്ന് നിർത്ത് റാംബോ, ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നിന്നോട് ഐ ലവ് യു പറയും. ആരോട് നീ തിരിച്ച് ലവ് പറയുന്നു അവളാണ് ഇനി നിന്റെ പാർട്ട്ണർ. മറ്റേയാൾ നിന്നെ വിട്ടു പോകുമെന്നും കൺമണി പറയുന്നു. ആദ്യം ഖദീജ ഹീറോയുടെ ഐ ലവ് യു എന്ന് പറയും. കൺമണിയും ഹീറോയുടെ ഐ ലവ് യു എന്ന് പറയും. ബട്ട് ഐ ലവ് യു ടു എന്നാണ് റാംബോ റിപ്ലൈ ചെയ്യുക. രണ്ടുപേരെയും ചതിക്കാൻ ഹീറോയ്ക്ക് കഴിയില്ല. സോ 3 പേരും ഒരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങും. ആദ്യമൊക്കെ കൺമണിയും ഖദീജയും തമ്മിൽ വഴക്കിലാണെങ്കിലും പോകെ പോകെ രണ്ടുപേരും തമ്മിൽ ക്ലോസ് ഫ്രണ്ട്സ് ആകും. കൺമണിയുടെ സിസ്റ്ററിനോടും ബ്രദറിനോടും ഖദീജ നല്ല ക്ലോസ് ആകുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഖദീജയുടെ അച്ഛൻ മരിക്കും. ഖദീജ വളരെ വിഷമത്തിലാകുമ്പോഴും കൺമണി അവളുടെ കൂടെയിരുന്ന് ഖദീജയെ സമാധാനപ്പെടുത്തുന്നു. രണ്ടുപേരെയും 100% റാംബോ ലവ് ചെയ്യുന്നു. പക്ഷെ ഖദീജയും കൺമണിയും ഒഴിവാക്കാനാണ് റാംബോ ആ ഷോയിൽ പങ്കെടുത്തതെന്നും റാംബോയ്ക്ക് മറവി രോഗമില്ലെന്നും കൺമണിയും ഖദീജയും മനസ്സിലാക്കും. ഒരാൾക്ക് ഒരേ സമയം രണ്ടുപേരെ ഇഷ്ടപ്പെടാൻ ഒരിക്കലും കഴിയില്ല. സോ റാംബോയ്ക്ക് തങ്ങളോടുള്ളത് ആത്മാർത്ഥ സ്നേഹമല്ലെന്നോർത്ത് കൺമണിയും ഖദീജയും ാകുന്നു. രാത്രിയിലും പകലും മാറി മാറി ഞങ്ങളെ കൺവിൻസ് ചെയ്ത് നീ ലവ് ചെയ്യുന്നതായി അഭിനയിച്ചതാണെന്ന് ഖദീജയും കൺമണിയും റാംബോയോട് പറയും. സോ രണ്ടുപേരും ഹീറോയുമായി തെറ്റിപ്പിരിഞ്ഞ് 2 വഴിക്ക് പോകുന്നു. ആ സമയം ഹീറോയ്ക്ക് ഒരു കോൾ വരും. റാംബോയുടെ അമ്മയ്ക്ക് രോഗം കൂടുതലാണെന്ന് റാംബോയുടെ റിലേറ്റീവ് കോൾ ചെയ്ത് പറയും. ഇത് കേൾക്കുമ്പോൾ വളരെ വിഷമത്തോടെ ഹീറോ കുറെ വർഷങ്ങൾ കൂടി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. റാംബോയുടെ ഫ്രണ്ട് ഖദീജയെയും കൺമണിയെയും മീറ്റ് ചെയ്ത് നിങ്ങൾ അവന്റെ ലൈഫിൽ വന്നതിന് ശേഷമാണ് അവനൊന്ന് ചിരിച്ച് ഞങ്ങൾ കാണുന്നത്. അൺലക്കി ആയിരുന്ന അവന്റെ ലൈഫ് മാറിയതും നിങ്ങൾ കാരണമാണ്. അവന്റെ അമ്മയുടെ രോഗം പൂർണ്ണമായി മാറി അവൾ പൂർണ്ണ ആരോഗ്യവതിയായതും നിങ്ങൾ രണ്ടുപേരും അവന്റെ ജീവിതത്തിൽ വന്നതിനാലാണ്. ഇതാണ് അവന്റെ വിശ്വാസം. നിങ്ങൾ തിരിച്ചു ചെന്നെങ്കിലേ അവന്റെ അമ്മയുടെ അസുഖം മാറുകയുള്ളൂ എന്നാണ് അവൻ വിശ്വസിച്ചിരിക്കുന്നത്. തിരിച്ച് അവന്റെ ജീവിതത്തിലേക്ക് പോണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ നിങ്ങൾ കാരണമല്ല ഇതൊക്കെ നടക്കുന്നതെന്നും അവനൊരു അൺലക്കി മാൻ അല്ലെന്നും അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ ലോകത്ത് ഇന്ന് നിങ്ങൾക്കേ കഴിയും. സോ അവന് വേണ്ടി അതെങ്കിലും ചെയ്യണമെന്ന് ഫ്രണ്ട് പറയുന്നു. സോ റാംബോയെ ചെന്ന് കണ്ട് അവനെയും കൂട്ടി കൺമണിയും ഖദീജയും അവന്റെ അമ്മയെ മീറ്റ് ചെയ്യാനായി പോകുന്നു. റാംബോ അവന്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലാൻ മടിക്കും. അവനെ കണ്ടാൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഹീറോ ഭയപ്പെടുമ്പോൾ കൺമണിയും ഖദീജയും റാംബോയെ നിർബന്ധിച്ച് അമ്മയുടെ അടുത്തെത്തിക്കും. അവൻ അമ്മയെ ടച്ച് ചെയ്തത് അമ്മ കുഴഞ്ഞു വീഴും. ഇത് കണ്ട് ഹീറോ ഉച്ചത്തിൽ നിലവിളിക്കും. ഞാൻ കാരണമാണെന്ന് പറഞ്ഞ് ഹീറോ കരയുമ്പോൾ അമ്മ കണ്ണു തുറക്കുന്നു. അപ്പോഴാണ് റാംബോയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. താൻ കാരണമല്ല അമ്മയ്ക്ക് രോഗം വന്നതെന്നും താൻ ഒരു അൺലക്കി മാൻ അല്ലെന്നും ഹീറോയ്ക്ക് മനസ്സിലാകും. ഇതൊക്കെ ഹീറോ മനസ്സിലാക്കുന്നതിനാൽ കൺമണിയും ഖദീജയും അവരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. പക്ഷേ ഹീറോയുടെ റിലേറ്റീവ്സ് അവരവരുടെ വീട്ടിൽ ചെന്ന് നിങ്ങളിൽ ആരെങ്കിലും അവനെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. സോ രണ്ടുപേരും റാംബോയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നോടുള്ള ഇഷ്ടത്താലല്ലേ രണ്ടുപേരും തിരിച്ചു വന്നത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ ഉപേക്ഷിക്കാൻ
കഴിയില്ലെന്ന് എനിക്കറിയാമെന്നും ഹീറോ പറയുന്നു. അതൊന്നുമല്ല, നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും റിലേറ്റീവ്സ് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. അത് തന്നെയല്ല, ഞങ്ങളിൽ ആരെങ്കിലും നിന്നെ കല്യാണം കഴിക്കണമെന്ന് നിന്റെ അമ്മയും പറഞ്ഞിരുന്നു. അതിനാലാണ് ഞങ്ങൾ തിരിച്ചു വന്നതെന്ന് രണ്ടുപേരും പറയും. നിന്റെ ഫാമിലിയിൽ ആർക്കും കല്യാണം കഴിക്കാൻ കഴിയാത്ത ശാപമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത് മാറണമെങ്കിൽ നിന്റെ ഫാമിലിയിലെ എല്ലാവരെയും കല്യാണം കഴിപ്പിക്കണമെന്ന് അവർ രണ്ടുപേരും പറയുന്നു. സോ അവൻ്റെ ഫാമിലിയിലെ എല്ലാവരെയും അവർ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിക്കും. പല നാടുകളിലുള്ള അവരുടെ ലവേഴ്സിനെ എല്ലാം കണ്ടുപിടിച്ച് ഒരു ദിവസം തന്നെ എല്ലാവരുടെയും കല്യാണം അവർ 3 പേരും കൂടി നടത്തുന്നു. അന്നു തന്നെയാണ് റാംബോയ്ക്കും കൺമണിക്കും ഖദീജയ്ക്കും കല്യാണം നടക്കാൻ പോകുന്നത്. റാംബോയുടെ റിലേറ്റീവ്സിന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ എല്ലാവരും റാംബോയുടെ കല്യാണത്തിനായി വെയിറ്റ് ചെയ്യുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് 2 മാസങ്ങൾക്കപ്പുറം എന്ന് എഴുതി കാണിച്ച് ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോയോടൊപ്പം കൺമണിയും ഖദീജയുമുണ്ട്. ഹീറോ രണ്ടുപേരെയും കല്യാണം കഴിച്ചോ? പക്ഷെ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ ഉടനെ കൺമണി റാംബോയെ മീറ്റ് ചെയ്ത്, നിനക്ക് ഞാൻ സെറ്റാകില്ല, നിനക്ക് ചേരുന്നത് ഖദീജയാണ്. സോ നീ അവിടെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. നിന്റെ കൂടെ ഉണ്ടായിരുന്ന ദിവസങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. ആ സന്തോഷ ദിനങ്ങൾ ഓർത്ത് ഞാൻ ഇനി ജീവിക്കുമെന്നും കൺമണി പറയുന്നു. ഈ കാര്യമാണ് 2 മാസത്തിന് ശേഷം കാണിക്കുന്നത്. റാംബോയ്ക്കും ഖദീജയ്ക്കും തമ്മിൽ കല്യാണം നടന്നു കാണുമെന്നോർത്താൽ അടുത്ത ട്വിസ്റ്റ്. 2 മാസത്തിന് മുൻപ് കൺമണി റാംബോയോട് ബൈ പറഞ്ഞതുപോലെ ഖദീജയും റാംബോയോട് പറയുന്നു, നിനക്ക് ഞാൻ സെറ്റാകില്ല, നിനക്ക് കൺമണിയാണ് യോജിച്ചത്, നിന്നെ ഓർത്ത് ഇനിയുള്ള കാലം ഞാൻ ജീവിക്കുമെന്നും ഖദീജ പറയുന്നു. ഹീറോ സ്നേഹിച്ച 2 പേരും ഹീറോയെ ഉപേക്ഷിച്ചു പോകും. ഫൈനലി ഹീറോ ആരെയും മാരി ചെയ്യുന്നില്ല. വന്ന പോലെ 2 പേരും ഹീറോയെ ഉപേക്ഷിച്ചു പോകുന്നു. പക്ഷെ 2 മാസത്തിന് ശേഷം ഖദീജയും കൺമണിയും ഹീറോയെ കാണാൻ വന്നത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലും ഹീറോയുടെ അമ്മയുടെ സുഖവിവരങ്ങൾ അറിയാനുമാണ്. റാംബോയെ കാണുന്ന കൺമണി അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ചെറുക്കനെ കിട്ടിയെന്നും ഉടനെ കല്യാണം ഉണ്ടാകുമെന്നും പറയും. അതുപോലെ ഖദീജയ്ക്കും പുതിയൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടുന്നു. കൺമണിയും ഖദീജയും പോകാൻ തുടങ്ങുമ്പോൾ ഐ മിസ് യു ടു എന്ന് റാംബോ പറയും. നെക്സ്റ്റ് സീനിൽ റാംബോയുടെ ഒരു ഫ്രണ്ട് റാംബോയെ ആശ്വസിപ്പിക്കുന്നു. നിനക്ക് നല്ലൊരു കല്യാണം വന്നിട്ടുണ്ടല്ലോ, അവളെ വിവാഹം കഴിച്ച് നീയും സെറ്റിലാകാൻ ഫ്രണ്ട് പറയുന്നു. നിനക്ക് പുതുതായി വന്ന പെൺകുട്ടിയുടെ ഫോട്ടോ കാണിക്കാൻ ഫ്രണ്ട് ഹീറോയോട് പറയുമ്പോൾ ഹീറോ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിക്കും. അത് കത്രീന കൈഫിന്റെ ഫോട്ടോയാണ്. ഇതോടെ ഈ മൂവിയും അവസാനിക്കുന്നു. ഈ മൂവിയുടെ കഥയും എൻ്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. അതുവരെ ടാറ്റാ.